എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലഖ്പത് സിംഗ് റാവത്തിൻ്റെ നയര താഴ്വരയിലെ നരഭോജിയുടെ കഥയാണ്. ഇതിൻ്റെ ബാക്കി കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് പോയൊന്ന് കാണുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പുഷ്പ എന്ന ഗ്രാമീണ സ്ത്രീയിൽ നിന്നുമാണ് കഥ തുടങ്ങിയത്. അവരുടെ മൂത്ത മകനായ സുരജിനെ പിടിച്ചാണ് ആ പുലിയുടെ നരവേട്ട തുടങ്ങിയത്. പിന്നെ ഗ്രാമത്തിലെ പല സ്ത്രീകളെയും ആ പുലി ഉപദ്രവിച്ചു. ബംഗ എന്ന ഗ്രാമത്തിൽ നിന്നും ലാത്തി ദേവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും ആ പുലി പിടിച്ചുകൊണ്ടുപോയി. അതോടെ ജനങ്ങളാകെ ഇളകി. അവിടുത്തെ ഗ്രാമീണരുടെ സമ്മർദ്ദത്തിൽ രാഷ്ട്രീയക്കാരും ഇതിൽ ഉൾപ്പെട്ടു. ആ പുലിയെ കൊല്ലുവാൻ ഉത്തരവ് നേടിയെടുക്കുകയും അതിനെ കൊല്ലുവാൻ വേണ്ടി ലഖ്പത് സിംഗ് റാവത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബാങ്ക എന്ന ഗ്രാമത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് വനത്തിലേക്ക് ആ പുലിയെ തിരഞ്ഞു പോകുവാൻ തയ്യാറെടുക്കുന്നത് വരെയും. അതിൻ്റെ ബാക്കി തൊട്ടാണ് നമ്മൾ ഇനിയും പറയുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ബംഗ എന്ന ഗ്രാമം സത്പുരയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ കഥയിലെ കഥാനായകനായ ലഖ്പത് സിംഗ് റാവത്ത് കടന്നു വരുന്നത്. അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വീരേന്ദർ റോത്തേലയും ഉണ്ടായിരുന്നു. പുലിയെ അന്വേഷിച്ച് ഇരുവരും കൂടി ആ വനത്തിലേക്ക് പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അതിനുശേഷം അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും മറ്റ് ഗ്രാമീണരോടും പറഞ്ഞ് ഒരു ജീപ്പും സെർച്ച് ലൈറ്റും സംഘടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഗ്രാമത്തിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ അതിർത്തിയിൽ ആ പുലിയെ സെർച്ച് ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചത്. രാകേഷിനെയും കൂടെ കൂട്ടിയിരുന്നു. രാകേഷ് ആരായിരുന്നുവെന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. തോറ്റുപോയവനാണ്. എങ്കിലും ആ പുലിയെ നേരിട്ട് കണ്ടത് ഇവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ റാവത്ത് അവനെയും കൂടെ കൂട്ടി. അങ്ങനെ ആ ചെറിയ സംഘം ജീപ്പിൽ സെർച്ച് ലൈറ്റിൻ്റെ സഹായത്തോടെ വനത്തിലേക്ക് പ്രവേശിച്ചു. സെർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പുലിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ട് അതിനെ തിരിച്ചറിയുവാനാകുമെന്നും അതിനെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാൻ കഴിയുമെന്നുമാണ് റാവത്ത് കരുതിയിരുന്നത്. അങ്ങനെയാണ് അവർ വനത്തിലേക്ക് കയറിപ്പോകുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ റാവത്തിനും സംഘത്തിനും അനുകൂലമായിരുന്നില്ല. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അത്. അത്രയും നിലാവുള്ള രാത്രിയിൽ ആ വനത്തിൽ സെർച്ച് ലൈറ്റിൻ്റെ സഹായത്തോടെ പുലിയെ തേടുക എന്നത് അസാധ്യമായിരുന്നു. അതുമാത്രമല്ല, ലൻഡാന കാടുകളാൽ നിറഞ്ഞ ഒരു വനമാണ്. പുലിക്ക് എവിടെ വേണമെങ്കിലും മറഞ്ഞിരിക്കുവാനും സാധിക്കും. കുറച്ചു ദൂരം ആ പുലിയെ തേടി ആ വന അതിർത്തിയിൽ മുഴുവൻ അവർ നടന്നതിന് ശേഷം ഇനിയും മുന്നിലേക്ക് സെർച്ച് ലൈറ്റിൻ്റെ സഹായത്തോടെ പോകാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയ അവർ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയ റാവത്തും സംഘവും പിന്നെ പോയത് അദ്വാനി ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം താമസിക്കുവാൻ തീരുമാനിച്ചത് ആ ഫോറസ്റ്റ് ബംഗ്ലാവിലാണ്. അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ അദ്ദേഹത്തിന് വേണ്ട താമസ സൗകര്യങ്ങളും മറ്റും ഒരുക്കിയത് ആ ബംഗ്ലാവിലാണെന്ന് പറയാം. റാവത്തിൻ്റെ കൂടെ ആ ബംഗ്ലാവിലേക്ക് രാകേഷും കൂടി വന്നിരുന്നു. റാവത്ത് ജി, എനിക്ക് പോകുവാൻ സമയമായി. ഇനിയും എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളിവിടെ എത്തിയില്ലേ. ഇനിയും ആ പുലിയുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളും. ഇവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ രാത്രി തന്നെ ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്, എന്നെ വിളിക്കണം. ആ പുലിയെ എന്തായാലും നിങ്ങൾ കൊല്ലുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്. ഇനിയും കൂടുതൽ വൈകിപ്പിക്കുന്നില്ല സാർ, ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ അയാളെ ഒന്ന് നോക്കി അദ്ദേഹത്തോട് പൊയ്ക്കോളുവാൻ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ ബന്ധപ്പെട്ടോളാം. നിങ്ങൾ സമാധാനത്തെ പൊയ്ക്കോളൂ, ഞാൻ രാകേഷിനോട് പറഞ്ഞു. റോത്തേല അപ്പോഴേക്കും അവിടെ നിന്ന് തനിക്കായി ഒരുക്കിയിട്ട മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിലും എടുത്തുകൊണ്ട് എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ഞാൻ എൻ്റെ റൈഫിൽ സുരക്ഷിതമാക്കി വെച്ചു. .315 റൈഫിലായിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഒരു സ്കോപ്പ് ഞാൻ അതിൽ ഘടിപ്പിച്ചിരുന്നു. പിറ്റേ ദിവസം കാലത്തെ തന്നെ ഞാനും റോത്തേലയും കൂടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയിരുന്നു. ആ പുലിയെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും റോത്തേലയും കൂടി ഞങ്ങളുടെ ജീപ്പിൽ ആ വനത്തിലൂടെയും വനപാതയിലൂടെയും സഞ്ചരിച്ചു. കാണുന്ന സ്ഥലങ്ങളെല്ലാം നിർത്തി
ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ബൈനോക്കുലറിലൂടെ നിരീക്ഷിച്ചു. അങ്ങനെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 100 അടി അകലത്തിൽ ആ പുലിയുടെ കാലടയാളങ്ങൾ ഞാൻ കണ്ടു. അവിടേക്ക് ജീപ്പ് കൊണ്ടുപോകുവാൻ ഞാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. എൻ്റെ കൈവശം ഇരിക്കുന്ന .315 റൈഫിലിൽ സ്കോപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. 100 മീറ്റർ അകലെയുള്ള ഇരകളെയെല്ലാം അടിച്ചിടുവാൻ വളരെ നിസ്സാരമായി എൻ്റെ റൈഫിലിന് സാധിക്കും. അതിൻ്റെ റേഞ്ച് പരിധി ഏകദേശം കൃത്യത പുലർത്തുന്നത് 400 മീറ്റർ വരെയാണ്. ഞാൻ കാലടയാളം കണ്ട ഭാഗത്ത് ജീപ്പ് നിർത്തി. അവിടെ ചുറ്റുപാടും ഞങ്ങൾ നിരീക്ഷിച്ചു. ഞാൻ ജീപ്പിലിരുന്നു കൊണ്ട് എൻ്റെ റൈഫിലിൻ്റെ സ്കോപ്പിലൂടെ ചുറ്റും നോക്കി. അങ്ങനെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ പുലിയെ കണ്ടെത്തി. എൻ്റെ റൈഫിലിൻ്റെ സ്കോപ്പിൽ അത് പതിഞ്ഞു. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ കാഞ്ചിയിൽ വിരൽ വെച്ചു, പക്ഷേ അമർത്തിയില്ല. സ്കോപ്പിലൂടെ ആ പുലിയെ നിരീക്ഷിച്ചു. ഞങ്ങൾ അന്വേഷിക്കുന്ന നരഭോജിയായ പുലി ഇവൻ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അങ്ങനെ എൻ്റെ നിരീക്ഷണത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന പുലി ഇവനല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ഞങ്ങൾ അന്വേഷിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു പുലിയാണ്. അതുമാത്രമല്ല, ആ പുലി അവിടെ നിന്ന് എന്തോ കഴിക്കുകയാണ്. എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല. പക്ഷെ ഞങ്ങൾ അന്വേഷിക്കുന്ന പുലി ഇതല്ല, ഇതൊരു പെൺപുലിയാണ്. അതുമാത്രമല്ല, വലിയ വലിപ്പമൊന്നുമില്ല ഇവക്ക്. ഞാൻ എൻ്റെ റൈഫിൾ താഴ്ത്തി സേഫ്റ്റി ക്യാപ്പ് ഇട്ടു. എൻ്റെ കൂടെ വന്നവരോട് തിരിച്ച് ജീപ്പിലേക്ക് കയറുവാനും നമ്മൾ അന്വേഷിക്കുന്ന പുലി ഇവളല്ല എന്നും പറഞ്ഞു. അന്ന് വൈകുന്നേരവും ഞങ്ങൾ ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴും ഞങ്ങൾ ഒരു പുലിയുടെ കാലടയാളങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ മുന്നേ വനത്തിൽ വെച്ച് കണ്ടെത്തിയ ആ പെൺപുലിയുടെ പത്മാർഗുകളായിരുന്നില്ല അത്. മറിച്ച് 8നും 10നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പുലിയുടെ കാലടയാളമായിരുന്നു. അതായത് ഞങ്ങൾ തേടി നടന്ന നരഭോജിയായ പുലിയുടെ കാലടയാളമായിരുന്നു അത്. ഗ്രാമത്തിലെ ആളുകളോട് സംസാരിച്ചു. ആ പുലി ഗ്രാമത്തിൻ്റെ പരിസരത്ത് എവിടെയോ മറഞ്ഞിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അവരോട് പറഞ്ഞു അവരുടെ കൈവശമുണ്ടായിരുന്ന കന്നുകാലികളെ പുറത്ത് കെട്ടിയിടുവാൻ പറഞ്ഞു. അതിനുശേഷം അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ മുകളിൽ കയറി ഞങ്ങൾ കാത്തിരുന്നു. അന്ന് രാത്രി വരെ ഞങ്ങൾ ആ പുലിക്ക് വേണ്ടി ആ സ്കൂളിൻ്റെ മുകളിൽ കാത്തിരുന്നു. ആ കന്നുകാലിയെ പിടിക്കുവാൻ വേണ്ടി ഉറപ്പായും ആ പുലി ഗ്രാമത്തിലേക്ക് കടന്നു വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പുലിയെ കൊല്ലുവാനുമായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അങ്ങനെ ഞാൻ ആ പുലിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. എൻ്റെ കൂടെ വീരേന്ദർ റോത്തേലയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുവരുമായിരുന്നു അവിടെ ആ പുലിക്ക് വേണ്ടി കാത്തിരുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ആ പുലി വരുന്നതിൻ്റെ യാതൊരു സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ കാത്തിരുന്ന ശേഷം ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് മടങ്ങി. അതായത് ആ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക്. ആ പുലി ഒരു തന്ത്രശാലിയായ പുലിയാണ്, ഞാൻ റോത്തേലയോട് പറഞ്ഞു. റോത്തേലയും അത് സമ്മതിക്കുകയും ചെയ്തു. അവന് മനസ്സിലായി കാണും ഇതൊരു കെണിയാണെന്ന്. അതിനാലായിരിക്കാം ആ പുലി ഇവിടേക്ക് വരാത്തത്. റോത്തേല എന്നോട് പറഞ്ഞു. ശരിയാണ്, അവൻ ഉറപ്പായും ഒരു തന്ത്രശാലിയായ പുലിയാണ്. നേരം പുലർന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ആ കന്നുകാലിയെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് വന്നു. പുതുതായി അവിടെ കാലടയാളങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയായി. അങ്ങനെ ഞാനും റോത്തേലയും ആ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലേക്ക് ഒരു കനാൽ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും അവിടെ കണ്ടിരുന്നു അതുവഴി ഒരു പുലി കടന്നു പോകുന്നത്. ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോഴേക്കും ആ പുലി കടന്ന് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ കനാലിൻ്റെ തീരത്ത് ഞങ്ങൾ ആ പുലിയുടെ കാലടയാളങ്ങൾ കണ്ടിരുന്നു. ഇന്നത്തെ ഈ വൈകുന്നേരവും ഈ രാത്രിയിലും ആ പുലിയെ അന്വേഷിച്ചുകൊണ്ട് ജീപ്പിൽ സർച്ച് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ വനമാകെ അരിച്ചു പെറുക്കുവാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ നിലാവുള്ളതിനാൽ സർച്ച് ലൈറ്റ് വലിയ പ്രയോജനമൊന്നും ചെയ്യുകയില്ല എന്ന് ഞങ്ങൾക്കറിയാമായി. അതിനാൽ ഒരു അമാവാസ്യ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനെടുത്ത എൻ്റെ ലീവ് തീർന്നു. എനിക്ക് തിരികെ ജോയിൻ ചെയ്യുവാൻ സമയമായി. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിന്നും ഒരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ആ ലെറ്റർ അവിടെ ഹാജരാക്കി വീണ്ടും ഒരു അവധി എടുത്തതിന് ശേഷം ഇവിടേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗ്രാമത്തിൽ നിന്നും എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ മാസങ്ങളിൽ അവിടെ നല്ല ചൂടാണ് അനുഭവപ്പെട്ടത്. അവിടുത്തെ ആ ഗ്രാമത്തിലെ ആളുകൾ രാവിലെയും വൈകുന്നേരവും എല്ലാം അവരുടെ വീടിന് പുറത്താണ് ഇരിക്കുന്നത്, ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി. അവിടേക്ക് വീശുന്ന ആ കാറ്റിന് വേണ്ടി കുട്ടികളെയൊന്നും വീടുകൾക്ക് പുറത്തേക്ക് ഇറക്കാതെയായി. അവരെ വീടിനുള്ളിൽ സുരക്ഷിതമായി നിർത്തി. കാരണം മറ്റൊന്നുമല്ല, അവിടെ കറങ്ങി നടക്കുന്ന നരഭോജിയായ പുലിയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയാണ്. ലാത്തി ദേവിയുടെ മരണത്തിന് ശേഷം അവിടുത്തെ ആളുകൾക്ക് ജാഗ്രത കൂടി. അവർ കൂട്ടമായി മാത്രം പുറത്തിറങ്ങുവാൻ ശ്രദ്ധിച്ചു. ആവശ്യമില്ലാതെയൊന്നും അവർ ഒറ്റയ്ക്ക് നടക്കാതെയായി. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അവരാരും തന്നെ അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങത്തേയില്ല. അവർ അവരുടെ വീടുകളിൽ സുരക്ഷിതമായി പാർക്കുവാൻ ശ്രമിച്ചു.
പിന്നീട് ആ പുലിയുടെ ആക്രമണം നടന്നത് ബംഗ എന്ന ഗ്രാമത്തിലായിരുന്നില്ല, കുരോലി എന്ന ഗ്രാമത്തിലായിരുന്നു. ഗ്രാമത്തിലെ പ്രവീൺ തപ്ലിയാലി എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു പുലിയുടെ ആക്രമണം പിന്നീടുണ്ടായത്. അയാളുടെ ഭാര്യ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ 6 വയസ്സ് പ്രായമുള്ള ഇളയ മകൻ, അവൻ്റെ പേര് രജിത്ത് എന്നാണ്, അവൻ്റെ സഹോദരനുമൊപ്പം ഇരുന്ന് പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അവൻ്റെ മൂത്ത സഹോദരൻ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു. രജിത്ത് തൻ്റെ ഹോംവർക്കുകളെല്ലാം ചെയ്തു തീർത്ത ശേഷം അവൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വിളിക്കുന്നു അത് കാണിക്കുവാൻ വേണ്ടി. എന്നാൽ അവൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പെൻസിലെടുത്ത് സഹോദരനെ എറിഞ്ഞു. എന്നാൽ സഹോദരൻ്റെ ദേഹത്ത് ആ പെൻസിൽ കൊണ്ടില്ല. അത് നേരെ തെറിച്ച് നിലത്തേക്ക് വീണു. ഞാൻ പോയി പെൻസിൽ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രജിത്ത് തൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടി. വരാന്തയിൽ നിന്നുകൊണ്ട് അമ്മയെ അവൻ വിളിച്ചു. അവൻ്റെ പെൻസിൽ അവിടേക്ക് തെറിച്ചു വീണുവെന്നും അത് എടുത്തു തരുമോ എന്നും ചോദിച്ചു. വരാന്തയിൽ നിന്നും താഴേക്ക് അവൻ ഇറങ്ങുകൂടി ചെയ്തു. പെൻസിൽ കണ്ടുപിടിച്ച് തരാമെന്ന് അമ്മ അവരോട് പറഞ്ഞു. അവൻ്റെ അമ്മ പെൻസിൽ വീണ ഭാഗത്തേക്ക് പോവുകയും അവൾ അത് കുനിഞ്ഞു നിന്ന് എടുക്കുന്ന സമയവും മാത്രം മതിയായിരുന്നു. അവരുടെ അരികിൽ ആ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന ആ പുലിക്ക് തൻ്റെ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി. ആ മഞ്ഞ കണ്ണുകൾ കൊണ്ട് അവർ ഇരുവരെയും ആ പുലി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അമ്മയുടെ കണ്ണ് മാറിയ സമയം കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന ആ പുലി ചാട്ടുളി പോലെ ചാടി വായുവിലൂടെ രജിത്തിൻ്റെ കഴുത്തിലേക്ക് വീണു. അവൻ്റെ കൂർത്ത കോമ്പലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ഇറക്കി. കടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് തുറന്ന സ്ഥലത്തേക്ക് ആ പുലി ഓടി. ആ പുലിയുടെ പിന്നാലെ അവൻ്റെ അമ്മയും ഓടി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്. ചുറ്റുപാടുമുള്ള ആളുകൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി. അവർ വ്യക്തമായി തന്നെ കണ്ടു ആ തുറന്ന സ്ഥലത്തു കൂടി ഒരു പുലി കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നത്. ആളുകളും അതിൻ്റെ പിന്നാലെ ഓടി. 50 മീറ്റർ അകലെയായി ആ പുലിയും ഓടുന്നു. ആളുകൾ കൂട്ടത്തോടെ ആ പുലിയെ പിന്തുടർന്നു വരുന്നത് കണ്ട് ആ പുലി ഭയന്നു. ആ പുലി കടിച്ചെടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ആ ഇരയെ നിലത്തേക്കിടുകയും അത് അടുത്തുണ്ടായിരുന്ന വനത്തിലേക്ക് വളരെ വേഗം ഓടി മറയുകയും ചെയ്തു. കുട്ടിയെ രക്ഷിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അവൻ്റെ ജീവൻ പൊലിഞ്ഞു പോയിരുന്നു. ഇരുട്ട് അപ്പോഴേക്കും ആ പ്രദേശമാകെ മൂടിക്കഴിഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് തന്നെ DFO സംഭവം സ്ഥലത്തേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമീണർ അക്ഷരാർത്ഥത്തിൽ കോപാകുലരായിരുന്നു. സങ്കടവും ദുഃഖവും വിഷമവുമെല്ലാം അവിടുത്തെ ഗ്രാമീണരെ ആകെ പിടിമുറുക്കി. DFOയും സംഘവും എത്തിയത് 2 ജീപ്പിലേക്കായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ കയ്യിൽ സെർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ DFOയുടെ നേതൃത്വത്തിൽ അവർ വന്ന 2 ജീപ്പിൻ്റെയും ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു. ആ പുലി ഓടിപ്പോയി എന്ന് പറയുന്ന ഭാഗത്തേക്കായിരുന്നു അവർ ഹെഡ്ലൈറ്റ് തെളിച്ചത്. അവിടെ 50 മീറ്റർ അകലത്തിൽ ഒരു കുറ്റിക്കാടിനുള്ളിൽ ആ പുലി പതുങ്ങിയിരിക്കുകയായിരുന്നു. അതിൻ്റെ 2 തിളങ്ങുന്ന കണ്ണുകൾ വ്യക്തമായി തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ ഗ്രാമീണരും കണ്ടിരുന്നു. ആ പുലി ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ് അവർ കാണിക്കുന്നത്, എന്തിനാണ് ഇവിടേക്ക് പ്രകാശം തളിക്കുന്നത് എന്നെല്ലാം ആയിരിക്കും. ആ കുറ്റിക്കാടിനുള്ളിൽ താൻ സുരക്ഷിതമായിരിക്കുമെന്നായിരിക്കും ആ പുലി കരുതിയിരുന്നത്. അവിടെ കൂടി നിന്നവരിൽ പലരും അതിനെ കൊല്ലുക കൊല്ലുക, വെടിവെക്കുക വെടിവെക്കുക, അവിടെ കൂടി നിന്ന ഗ്രാമീണർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തൻ്റെ ജീപ്പിൻ്റെ മുകളിലേക്ക് തൻ്റെ റൈഫിലുമായി ചാടിക്കയറി ബോണറ്റിൻ്റെ മുകളിൽ നിന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ തോക്കുകളിൽ വെടിയുണ്ടകൾ നിറച്ച് ഇടാറില്ല. ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാഹചര്യം അനുസരിച്ച് അവർ ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ബോണറ്റിൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് തിരകൾ കൈമാറി. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആ പുലിയെ കൊല്ലുവാൻ വേണ്ടി ആ റൈഫിലേക്ക് തങ്ങളുടെ തിരകൾ ലോഡ് ചെയ്ത സമയം ആ റൈഫിൽ ജാമായി. കൃത്യമായി അറ്റകുറ്റപ്പണികളും മെയിൻ്റെനൻസും ഗ്രീസിങ്ങും നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റൈഫിലുകൾ പണിമുടക്കുന്നത്. എന്നാൽ ഇതൊന്നും അവിടെ കൂടി നിന്ന ഗ്രാമീണർക്ക് അറിയില്ലായിരുന്നു. അവർ ഉച്ചത്തിൽ ബഹളം വെച്ചു. ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, ഇതിവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇവർ മൃഗങ്ങളെ സംരക്ഷിക്കുന്നവരല്ലേ, ഇവർക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കും? ചിലപ്പം ഇതിനെ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മെഡലോ മറ്റും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടുമായിരിക്കും. അതിനു വേണ്ടിയൊക്കെ കാണിക്കുന്നതാണ് ഇത്. അവിടെ കൂടി നിന്ന ഗ്രാമീണർ രോക്ഷാകുലരായി. ബോണറ്റിൻ്റെ മുകളിൽ കയറി നിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അവർ തെറി വിളിച്ചു. എടാ മണ്ട, നീ എന്തോ കാണിക്കുവാടാ, നീ എന്തിനാടാ തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്നത്, വെടിവെക്കടാ അങ്ങോട്ട്, എടാ വിഡ്ഡി, എടാ പൊട്ട, വെടിവെക്കടാ പുലിയെ, വെടിവെക്കടാ പുലിയെ എന്ന് പറഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ ഇളകി മറിഞ്ഞു. കുറച്ചു പേർ ചീത്ത വിളിച്ചു, പ്രായമായവർ വരെ അവനെ ശപിച്ചു. ഇതെല്ലാം കേട്ട് ആ ബോണറ്റിന് മുകളിൽ കയറി നിന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വേർത്തു കുളിച്ചു. അയാൾക്ക് നല്ലപോലെ അറിയാം ഉണ്ടായത് എന്താണെന്ന്. തോക്ക് ജാമായിരിക്കുന്നു, ഇനിയും പ്രവർത്തിക്കുകയില്ല. അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അയാൾ നല്ലപോലെ വേർക്കാൻ ശ്രമിച്ചു. എടാ വിഡ്ഡി, നീ വെടിവെക്കേ, നിനക്ക് വെക്കാൻ അറിയത്തില്ലെങ്കിൽ ഇറങ്ങി പോടാ, അറിയാവുന്ന ആരുടെയെങ്കിലും കൊടുക്ക് നീ തോക്ക്
നിനക്കെന്താ ഭയമാണോ? അങ്ങനെ പലതും ചോദിക്കുവാനും പറയുവാനും തുടങ്ങി. എന്നാൽ അവിടെ നിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായി, ഇത് ജാം ആയതാണ്. അവരൊരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ അവസാനം ആ ബോണറ്റിൻ്റെ മുകളിൽ നിന്നും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ താഴേക്കിറങ്ങി. അയാൾ താഴേക്കിറങ്ങിയപ്പോഴേക്കും വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവിടെ നിന്ന ഗ്രാമീണരെല്ലാം ആ പുലിയുടെ രൂപം വ്യക്തമായി തന്നെ കണ്ടിരുന്നു. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു പുലി തന്നെയായിരുന്നു അത്. ഇതിനു മുന്നേ ഇത്രയും വലിപ്പമുള്ള ഒരു പുലിയെ ആ ഗ്രാമത്തിലെ ആരും കണ്ടിട്ടില്ല. ഭയത്തോടു കൂടിയാണ് അവിടെ കൂടി നിന്നവരത്രയും ആ പുലിയെ നോക്കിക്കണ്ടത്. ഒരു ഭയവും കൂടാതെ ആ കുറ്റിക്കാടിൽ പേടിച്ച് അതുവരെ മറഞ്ഞിരുന്ന ആ പുലി ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ കുറ്റിക്കാടിന് പുറത്തേക്ക് ഇറങ്ങുകയും പതുക്കെ നടന്നുകൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് മറയുകയും ചെയ്തു. ജൂൺ 9 അതിൻ്റെ പിറ്റേ ദിവസം ഗ്രാമത്തിലെ എല്ലാവരും കൂടി റോഡ് തടയുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. ബസ്സും ഓട്ടോയും റിക്ഷകളും എല്ലാം അവർ തടഞ്ഞു. ബൈക്കുകൾ ഉൾപ്പെടെ അവർ തടഞ്ഞു. റോഡ് മുഴുവൻ നിശ്ചലമായി. അവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെ അന്നുണ്ടായി. അവിടേക്ക് DFO വന്നു. അവിടെ നിന്ന് ഗ്രാമീണരോട് അയാൾ അഭ്യർത്ഥിച്ചു, ഈ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് ഒഴിവാക്കൂ, നമുക്ക് സമാധാനമായി ചർച്ച നടത്താം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. എന്നാൽ അവിടുത്തെ ഗ്രാമീണർ ഒന്നിനും തയ്യാറായിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായി അവർ പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പുലിയെ കൊല്ലാത്തതെന്നും അതിനെ കൊല്ലാതെ വിടുകയാണെന്നും അവർ ആരോപിച്ചു. അവിടെ കൂടി നിന്ന ഗ്രാമീണർക്കും ആ പുലിയെ കൊല്ലുവാൻ അവകാശമുണ്ടെന്നും ഞങ്ങൾക്കും അനുമതി വേണമെന്നും അവർ പറഞ്ഞു. അവരുടെ സമ്മർദ്ദത്തിൽ അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥർക്ക് വഴങ്ങേണ്ടതായി വന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ പുലി ആദ്യമായി ആ കുട്ടിയെ പിടിച്ച സമയം തന്നെ അവിടുത്തെ ഗ്രാമീണർ തോക്കുമായി പുറത്തിറങ്ങിയെന്നും ആ പുലിയെ കൊല്ലുവാൻ തയ്യാറെടുത്തുവെന്നും അങ്ങനെയുള്ള ചിലരായിരുന്നു ഇതും. അവരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഗ്രാമത്തിലെ ചിലർക്ക് ആ പുലിയെ കൊല്ലുവാനുള്ള അനുവാദം നൽകി. അവർ പ്രൊഫഷണലായ വേട്ടക്കാരൊന്നുമല്ല, അവർക്ക് പുലികളെ വേട്ടയാടി പരിചയമൊന്നുമില്ല. എങ്കിലും അവരുടെ സമാധാനത്തിന് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് അനുമതി നൽകുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ കൂടി നിന്നവരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടുത്തെ കുറച്ച് ഗ്രാമീണർക്ക് ആ പുലിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള അനുമതി നൽകിയത്. അവർ വേണ്ട രീതിയിൽ തന്നെ അത് മുതലെടുക്കുകയും ചെയ്തു. അതിലെ ആർക്കും കൃത്യമായി തന്നെ തോക്ക് ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല. എന്തിനു വേണ്ടിയാണ് വേട്ട നടത്തുന്നതെന്ന് പോലും അറിയത്തില്ല. അവരാരും ഒരിക്കലും പ്രൊഫഷണലായ വേട്ടക്കാരുമല്ല. ഗ്രാമത്തിൽ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും വലിയ കോലാഹലങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കൈവശമുള്ള റൈഫിലുകളെല്ലാം എടുത്തുകൊണ്ട് അനുവാദം ലഭിച്ചവരെല്ലാം വനത്തിൽ അവിടെയും ഇവിടെയുമെല്ലാം ഓടുവാൻ തുടങ്ങി. ഒരാൾ അയാളുടെ നായയെ പിടിച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടു. അതിനെ കൊല്ലുവാൻ വേണ്ടി ഒരു മരത്തിൽ കയറി ഇരിക്കുകയും ചെയ്തു. തൻ്റെ നായയെ പിടിക്കുവാൻ വരുന്ന സമയത്ത് ആ പുലിയെ കൊല്ലാമെന്നായിരുന്നു അയാൾ കരുതിയത്. മറ്റൊരാളാകട്ടെ തൻ്റെ ബൈക്കിൽ ഒരു ടോർച്ച് കെട്ടിവെച്ചുകൊണ്ട് ആ പുലിയെ തിരഞ്ഞുകൊണ്ടിറങ്ങി. റാവത്ത് ചെയ്ത പോലെ തന്നെ സർച്ച് ലൈറ്റിന് പകരം 3 സെല്ലിൻ്റെ ടോർച്ചാണ് അയാൾ ബൈക്കിൽ കെട്ടിവെച്ചത്. സർച്ച് ലൈറ്റ് എന്തിനു വേണ്ടിയാണ് ഒരു വേട്ടക്കാരൻ ഉപയോഗിക്കുന്നതെന്ന് അയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് 3 സെല്ലിൻ്റെ ടോർച്ചും കത്തിച്ച് പിടിച്ചുകൊണ്ട് പുലിയെ അന്വേഷിച്ച് അയാൾ വനത്തിലേക്ക് പോയത്. അയാളുടെ പുറകിൽ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അയാൾക്ക് കൈവശമായിരുന്നു റൈഫിലുണ്ടായിരുന്നു. പുലിയെ സ്പോട്ട് ചെയ്യുക, കൊല്ലുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. മരത്തിൻ്റെ മുകളിൽ ഇരുന്ന അയാൾ തൻ്റെ നായയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. മറ്റൊരാൾ ഗ്രാമത്തിൻ്റെ തെരുവിലൂടെ, വിജനമായി കിടക്കുന്ന തെരുവിലൂടെ ആ പുലിയെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ നടന്നു വരുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കണം മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ഒരു അനക്കം കണ്ടത്. ഇരുട്ടായതുകൊണ്ടും പുലിയുടെ സാദൃശ്യം തോന്നിയതുകൊണ്ടും അയാൾ അവിടേക്ക് റൈഫിൾ ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു. എന്താണ് അവിടെ നടന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഗ്രാമത്തിലെ ആളുകൾ വെടിയുടെ ശബ്ദം കേട്ട് ഉച്ചത്തിൽ ആർപ്പോ വിളിച്ചു. സന്തോഷത്തോടെ കരഘോഷങ്ങളോടെ അവിടേക്ക് ഓടിയെത്തി. എന്നാൽ അവിടെ ഓടിയെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് 2 പേർ തമ്മിൽ ഇടിയിടുന്ന കാഴ്ചയായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ട നായ ചത്ത് കിടക്കുന്നു. പുലിയാണെന്ന് കരുതി ഒരുത്തൻ വെടിവെച്ചത് കെട്ടിയിട്ട നായയാണ്. പുലി അവിടേക്ക് വരിക കൂടി ചെയ്തില്ല. അത് കണ്ടതും അവിടേക്ക് ഓടിയെത്തിയ ഗ്രാമീണർക്ക് നിരാശയായി. വനത്തിലേക്ക് പുലിയെ അന്വേഷിച്ചു പോയവരും ഈ വെടിയുടെ ശബ്ദം കേട്ടിരുന്നു. അവരും ആവുന്ന വേഗം വനത്തിൽ നിന്നും പുറത്തേക്ക് അവരുടെ ബൈക്കും പായിച്ചുകൊണ്ടെത്തി. അവരും ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇത് തന്നെയായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ ചത്ത് കിടക്കുന്ന കെട്ടിയിട്ട നായ. ഗ്രാമത്തിലെ ആളുകൾ തികഞ്ഞ നിരാശയോടെ, സങ്കടത്തോടെ തന്നെ അവർ പിരിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മടങ്ങി. നേരം ഇരുട്ടി വെളുത്തു. ജൂൺ 10. ലഖ്പത് സിംഗ് റാവത്തും സംഘവും തിരികെ ആ ഗ്രാമത്തിലേക്ക് എത്തി. അദ്വാനി ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കാണ് അയാൾ എത്തിയത്. ഇവിടെയാണ് റാവത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. എന്നാൽ ഇപ്പോൾ പുലിയുടെ ശല്യമുള്ളത് താനിരിക്കുന്ന ഈ ബംഗ്ലാവിന് അരികിലുള്ള ഗ്രാമത്തിലായിരുന്നില്ല.
അവിടെ നിന്ന് ഏറെ ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായി. അതുകൊണ്ട് തന്നെ തൻ്റെ സൗകര്യങ്ങൾ അവിടേക്ക് മാറ്റണമെന്ന് അയാൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു. റാവത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിന് അതിനുള്ള അംഗീകാരം നൽകുകയും ചെയ്തു. വേനൽക്കാല അവധി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഗ്രാമത്തിലെ സ്കൂളുകൾക്ക് അവധിയായി. അതുകൊണ്ട് തന്നെ ലഖ്പത് സിംഗ് റാവത്തിനെ പിന്നീട് കൊണ്ടുപോയത് ആ ഗ്രാമത്തിലെ ഒരു സ്കൂളിലേക്കായിരുന്നു. അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ആ സ്കൂളിലായിരുന്നു. റാവത്തും സംഘവും അവിടെ വന്ന വിവരമനുസരിച്ച്, നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, രജിത്ത് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പുലി തട്ടിയെടുത്തുകൊണ്ട് പോയി കൊന്നുവെന്ന് അവൻ്റെ മാതാപിതാക്കളും സഹോദരനും റാവത്തിനെ കാണുവാൻ വേണ്ടി ആ സ്കൂളിലേക്ക് എത്തി. അവർക്ക് സങ്കടം അടക്കുവാൻ സാധിച്ചില്ല. അവർ ആകെ കരഞ്ഞു. അവർ കണ്ട ആ പുലിയുടെ വിശദ വിവരങ്ങൾ റാവത്തിനോട് പങ്കുവച്ചു. ഇതുവരെയും അത്രയും വലിപ്പമുള്ള ഒരു പുലിയെ കണ്ടിട്ടില്ല എന്നും ആ ഒരു പുലിയാണ് തൻ്റെ മകനെ കടിച്ചെടുത്തുകൊണ്ട് പോയതെന്നും ആ അമ്മ പറഞ്ഞു. പിന്നെയും ആ പുലിയെ നേരിട്ട് കണ്ട പല ഗ്രാമീണരും റാവത്തിനെ കാണുവാൻ വേണ്ടി ആ സ്കൂളിലേക്ക് എത്തിയിരുന്നു. അവർക്കെല്ലാം പറയുവാനുള്ളത് ആ പുലിയുടെ വലിപ്പം തന്നെയായിരുന്നു. സാധാരണ വലിപ്പമുള്ള ഒരു കടുവയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു ആ പുലിക്കെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അങ്ങനെ റാവത്തും സംഘവും ആ ഗ്രാമത്തിലുള്ള ആളുകളെ എല്ലാം കാണുകയും വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞ രൂപമനുസരിച്ച് ആ പുലിക്ക് നല്ല വലിപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു മരം കണ്ടുപിടിക്കുവാനും അതിലൊരു മച്ചാൻ തയ്യാറാക്കുവാനും റാവത്തും സംഘവും തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു മരവും അവർ കണ്ടെത്തി. ഗ്രാമത്തിലുണ്ടായിരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാവായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. രണ്ടുപേരുടെ ഭാരം താങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം ആ മച്ചാൻ ആ മരത്തിൽ ഉണ്ടാക്കാനെന്നും അയാൾ പറഞ്ഞു. അവിടെ കൂടി നിന്ന ഗ്രാമീണർ മച്ചാൽ ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന് റാവത്തിനോട് പറഞ്ഞു. ഗ്രാമീണരുടെ സഹായത്തോടെ ആ വലിയ മാവിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല ബലത്തോടു കൂടി ഒരു മച്ചാൽ അവർക്കിരിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗ്രാമീണർ തയ്യാറാക്കി. ആ മച്ചാൻ അതീവ സുരക്ഷിതമായ രീതിയിൽ തന്നെയായിരുന്നു അവിടെ നിർമ്മിച്ചിരുന്നത്. കാരണം തങ്ങൾ വേട്ടയാടുവാൻ പോകുന്നത് ഒരു പുലിയെ, അതും നരഭോജിയായ പുലിയെ. ഞാൻ വീരേന്ദ്രനെ ഒന്ന് നോക്കി. നമുക്ക് വേണ്ട തോക്കുകൾ എല്ലാം എടുക്കണം, സർച്ച് ലൈറ്റും എടുക്കണം, ഞാൻ അയാളോട് പറഞ്ഞു. എൻ്റെ റൈഫിലും ഒരു ഷോട്ട് ഗണ്ണും അതുപോലെ സർച്ച് ലൈറ്റും ആ മച്ചാനിൽ വെക്കണം, ഞാൻ വീരേന്ദ്രനോട് പറഞ്ഞു. കൃത്യം 6 മണിയായപ്പോഴേക്കും ഞാനും വീരേന്ദ്രനും മച്ചാൻ്റെ താഴേക്ക് വന്നു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് തന്നെ മച്ചാൻ്റെ മുകളിലേക്ക് കയറി. അവിടെ നിന്ന ആളുകൾ ഞങ്ങളുടെ റൈഫിലുകളും ഷോട്ട് ഗണ്ണുകളും സർച്ച് ലൈറ്റും എടുത്തുയർത്തി തന്നു. അതിനുശേഷം അവിടേക്ക് എത്തിയവരോട് ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് പോകുവാൻ വേണ്ടി പറഞ്ഞു. പോകുന്നതിന് മുന്നേ തന്നെ അവർ കൊണ്ടുവന്ന ആടുകളെ അടുത്തുള്ള ഒരു മരത്തിലേക്ക് കെട്ടിയിരുന്നു. കണ്ണുകളിൽ നിന്നും മറയ്ക്കുന്ന രീതിയിലായിരുന്നു മച്ചാൻ അവിടെ നിർമ്മിച്ചിരുന്നത്. ശാഖകളും ഇലകളും കൊണ്ട് മച്ചാൻ ആവുന്നത്രയും മറച്ചു വെച്ചിരുന്നു. മച്ചാൻ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമയത്ത് ആ പുലിയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് അവിടുത്തെ ആളുകളും റാവത്തും ഉറപ്പുവരുത്തിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു മരത്തിൻ്റെ കീഴിൽ ഒരാടിനെ കൊണ്ട് കെട്ടിയിരുന്നാൽ ഒരു പുലിക്ക് കൃത്യമായി തന്നെ മനസ്സിലാവും അതൊരു കെണിയാണെന്നും ഏതെങ്കിലും ഒരു മനുഷ്യൻ അടുത്തുള്ള മരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നും. അങ്ങനെ ആ പുലി അവിടെ കെട്ടിയിരിക്കുന്ന ആടിനെ വിട്ടിട്ട് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന മനുഷ്യന് വേണ്ടി അവൻ വരും. പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പറയാം. പുലി അത്യാവശ്യം നല്ലൊരു മരം കയറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൻ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും അതിൽ ഇരയ്ക്കായി കാത്തിരിക്കുന്ന വേട്ടക്കാരനെ അവൻ വേട്ടയാടുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മച്ചാൻ നിർമ്മിച്ച സമയത്തും മച്ചാനിലേക്ക് അവർ പ്രവേശിക്കുന്ന സമയത്തും പുലിയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് അവർ ശരിക്കും ഉറപ്പുവരുത്തിയിരുന്നു. മച്ചാൻ്റെ മുകളിലിരുന്ന റാവത്തിനും വീരേന്ദ്രനും ആ മരത്തിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ കെട്ടിയിരുന്ന ആടിനെ കൃത്യമായി കാണാൻ കഴിയുമായിരുന്നു. ആടിനെ കെട്ടിയിട്ട ഭാഗത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 100 മീറ്റർ അകലെ നമ്മൾ മുന്നേ പറഞ്ഞ രജിത്തിൻ്റെ വീടും കാണാം. അതായത് ആ പുലി അവസാനമായി ഈ ഗ്രാമത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ആ കുട്ടിയുടെ വീട്. അതിൻ്റെ മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിബിഡമായ വനവും ലെൻഡാന കാടുകൾ നിറഞ്ഞ കുറ്റിക്കാടുകളുമാണ്. എനിക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു ആ പുലി വരികയാണെങ്കിൽ ആ ലെൻഡാന കാടുകൾക്കിടയിലൂടെയായിരിക്കും കടന്നു വരിക. അതുകൊണ്ട് തന്നെ ആ ഭാഗം മുഴുവൻ ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. ഓരോ ചലനവും ഞങ്ങൾ കൃത്യമായി വീക്ഷിച്ചു. ഓരോ അനക്കവും ഞങ്ങൾ കൃത്യമായി തന്നെ വീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ലെൻഡാന കാടുകൾക്കിടയിൽ ഒരു അനക്കം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അനക്കം കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് കൃത്യമായി നിരീക്ഷിച്ചു. റൈഫിൽ ഞാൻ അവിടേക്ക് ചൂണ്ടി. ഏത് നിമിഷവും കാഞ്ചി വലിക്കുവാൻ തയ്യാറായാണ് ഞാൻ നിന്നത്. അങ്ങനെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു പുലിയായിരുന്നില്ല, മറിച്ച് ഒരു പാമ്പായിരുന്നു എന്നാണ്. അതെഴഞ്ഞ് മറ്റൊരു വഴിയെ
ആ ലെൻഡാന കാടുകൾക്കിടയിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. വീണ്ടും അവിടെ ആകെ നിശബ്ദത നിറഞ്ഞു. ലെൻഡാന കാടുകൾക്കിടയിൽ വീഴുന്ന ഒരു ചലനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. അടുത്തുള്ള വനത്തിൽ നിന്നും പല ശബ്ദങ്ങളും ഊരിടലുകളും ഞങ്ങളെ തേടിയെത്തി. എന്നാൽ ആ പുലിയുടെ ശബ്ദമോ മുരളലോ മാത്രം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും സമയം മുന്നിലേക്ക് പോയി. താഴെ കെട്ടിയിരുന്ന ആട് അവൻ്റെ കരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ പതിയെ അത് നിലത്തിരുന്ന് വിശ്രമിക്കുവാനും തുടങ്ങി. അപ്പോഴേക്കും സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇനിയും ആ പുള്ളിപ്പുലി ഇവിടേക്ക് മടങ്ങി വരില്ല എന്ന്. അവൻ തന്ത്രശാലിയാണ്. അവൻ എവിടെയെങ്കിലും ഇരുന്ന് വീക്ഷിച്ച് കാണണം. ആടിൻ്റെ ശബ്ദം ഉറപ്പായും അവൻ കേട്ടിരിക്കാം, അല്ലെങ്കിൽ അവൻ അറിഞ്ഞിരിക്കാം. അവൻ ഉറപ്പായും അറിയാം ഇതൊരു കെണിയാണെന്നും മനുഷ്യൻ അവനെ കൊല്ലുവാൻ കെണി വിരിച്ചിരിക്കുകയായിരിക്കുമെന്നും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കെണിയിലേക്ക് അവൻ വരാഞ്ഞത്. സമയം വീണ്ടും മുന്നിലേക്ക് പോയി. ഇനിയും ഈ മരത്തിൻ്റെ മുകളിൽ മച്ചാണിൽ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നല്ല ചൂടാണ് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിലത്തേക്ക് ഇറങ്ങുവാനും എവിടെ നിന്ന് നടന്ന് ആ സ്കൂളിലേക്ക് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുവാനും തീരുമാനിച്ചു. അങ്ങനെ ഞാനും വീരേന്ദ്രനും മരത്തിൽ നിന്നും പതിയെ താഴേക്ക് ഇറങ്ങി. കെട്ടിയിട്ട ആടിനെ അഴിച്ചുകൊണ്ട് ഞങ്ങൾ പതിയെ സ്കൂളിൽ ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടി കടന്നുപോയി. ജൂൺ 13-ന് ഞങ്ങൾ വൈകുന്നേരം ആ പുലിയെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഞങ്ങൾ ജീപ്പ് നോക്കിയപ്പോൾ അവിടെ ജീപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവർ റോന്ത് ചുറ്റുവാൻ വേണ്ടി പോയി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് പിന്നെ തിരിച്ചു വിളിക്കുവാനും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞാനും എൻ്റെ കൂട്ടാളി വീരേന്ദ്രനും റൈഫിലും ഷോട്ട് ഗണ്ണും സർച്ച് ലൈറ്റുകളുമായി വിശാലമായി കിടക്കുന്ന വനപാതയിലൂടെ ആ പുലിയെ അന്വേഷിച്ച് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരുവരും വനത്തിലൂടെ ആ പുലിയെ അന്വേഷിച്ച് അങ്ങനെ നടന്നു. ശബ്ദമുണ്ടാക്കാതെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. അങ്ങനെ ഞങ്ങളുടെ ടോർച്ചിൻ്റെ പ്രകാശം വന്ന് വീണത് ഒരു കുറ്റിക്കാടിൻ്റെ ഇടയിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ തിളങ്ങുന്ന ഒരു കണ്ണ് കണ്ടു. അതൊരു കടുവയുടെയോ പുലിയുടെയോ ആണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ഞാൻ അവിടേക്ക് റൈഫിൾ ചൂണ്ടി കാഞ്ചിയിന്മേൽ വിരൽ വെച്ചു. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരിക്കലും ഒരു പുലിയുടെയോ കടുവയുടെയോ കണ്ണുകളല്ല എന്നും മറിച്ച് ഒരു മുയലിൻ്റെ കണ്ണാണെന്നും. ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു നീങ്ങി. എൻ്റെ കൂടെ വന്ന വീരേന്ദർ എന്നോട് ചോദിച്ചു, ഈ വനത്തിൽ ഇത്രയും അധികം മൃഗങ്ങളുള്ളപ്പോൾ ആ പുലി എങ്ങനെയാണ് നരഭോജിയായ ഒരു പുലിയായി മാറിയതെന്ന്. അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ കണ്ടെത്തിയ കാൽപ്പാടുകൾ ഒരിക്കലും ഒരു പെൺപുലിയുടേതായിരുന്നില്ല, അതൊരു ആൺപുലിയുടേത് തന്നെയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അവനൊരു നരഭോജിയായി മാറിയെന്ന് മാത്രം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. 6 മണിക്ക് ഞങ്ങൾ ഇരുവരും കൂടി നടക്കുവാൻ തുടങ്ങിയതാണ്. ആ പുലിയെ അന്വേഷിച്ചുള്ള യാത്ര ഏകദേശം 12 മണിയായപ്പോഴേക്കും അവസാനിച്ചു. ഞങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് എത്തുകയും ഞങ്ങൾ ഉറങ്ങുവാൻ പോകുകയും ചെയ്തു. ഞാൻ അവിടെയുള്ള ഗ്രാമീണരോടെല്ലാം ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ പുലിയെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ആ സമയം തന്നെ എന്നെ വിവരം അറിയിക്കണമെന്ന്. എന്നാൽ ആരും തന്നെ ഇതുവരെയും ഒരു വിവരവും എന്നെ അറിയിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ആ പുലിയെ മറ്റാരും പിന്നീട് കണ്ടിട്ടില്ല. ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ലെൻഡാന കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. ആ കാടുകൾക്കിടയിൽ ഒരു പക്ഷേ ആ പുലി മറഞ്ഞിരിക്കാം, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. അവന് പറ്റിയ ഒരിര അവന് മുന്നിലൂടെ കടന്നു പോകുകയോ അല്ലെങ്കിൽ ഒരവസരം അവന് വീണ് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ലെൻഡാന കാടുകളിൽ മറഞ്ഞിരിക്കുന്ന ആ രാക്ഷസൻ അവൻ ലക്ഷ്യം വെച്ച ഇരയുടെ മുകളിലേക്ക് ചാടി വീഴുകയും അവനെ കശാപ്പ് ചെയ്യിക്കുകയും ചെയ്യുമെന്ന്. നേരം പുലർന്നപ്പോൾ ഞാനും വീരേന്ദ്രനും ഒരു ടാക്സി വിളിച്ചുകൊണ്ട് അടുത്തുള്ള കനാലിൻ്റെ അരികിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരം ചെന്നെങ്കിൽ മാത്രമേ ആ കനാലിൻ്റെ അരികിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ടാക്സിയിൽ ഞങ്ങൾ ആ കനാലിൻ്റെ അരികിൽ എത്തിച്ചു. കനാലിൻ്റെ തീരത്തുകൂടി ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച ഞങ്ങൾ കാണുവാൻ ഇടയായി. കനാലിൻ്റെ മറുകരയിൽ ഒരു നേപ്പാളുകാരൻ തൻ്റെ കുടിൽ പണിയുന്നു. ഒരു വിജനമായി കിടക്കുന്ന പ്രദേശമാണ്. അടുത്ത് അയൽക്കാരോ ഗ്രാമീണരോ ഒന്നും തന്നെ ഇല്ല. അവൻ്റെ കുട്ടി പുറത്തു നിന്നും കളിക്കുന്നു. ഞാൻ അവിടെ കുടിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന നേപ്പാളിയെ വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇവിടെ നരഭോജിയായ ഒരു പുലി കറങ്ങി നടക്കുന്നു എന്നും അവൻ കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഞാൻ അയാളെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ തൻ്റെ കുട്ടിയെ സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞു. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അടുത്തുള്ള ഏതെങ്കിലും കുറ്റിക്കാടിനുള്ളിൽ ഒരവസരത്തിന് വേണ്ടി ആ പുലി പതുങ്ങിയിരിക്കുമെന്നും അത് നിങ്ങളുടെ കുട്ടിയെ പിടിച്ചുകൊണ്ടു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഞാൻ അയാൾക്ക് ഒരു താക്കീതെന്ന നിലയിൽ പറഞ്ഞു. ആ കനാല് ഭാഗം മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി. പുതുതായി വീണ കാലടയാളങ്ങളൊന്നും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. ഉച്ച കഴിഞ്ഞതോടെ വീണ്ടും ഞങ്ങൾ മടങ്ങി സ്കൂളിലേക്കും
ഏകദേശം 6 മണി ആയതോടെ നമ്മൾ മുന്നേ പറഞ്ഞ ആ മാവിൻ്റെ മുകളിൽ കെട്ടിയിട്ട മച്ചാനിലേക്ക് അവർ മടങ്ങുകയും ചെയ്തു. അന്നത്തെ ദിവസം ആ മച്ചാനിൽ കഴിച്ചു കൂട്ടാനായിരുന്നു ലഖ്പത് സിംഗും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ വീരേന്ദ്രനും തീരുമാനിച്ചത്. അങ്ങനെ ഏകദേശം 10-12 മണി വരെ ആ പുലിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ വനത്തിനുള്ളിൽ നിന്നും ഒരു ഗർജനവും ഒരു മുരൾച്ചയുമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും ആ ഗർജനങ്ങളോ മുരൾച്ചയോ ഒന്നും തന്നെ അവർ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് അടുത്തടുത്ത് വന്നില്ല. അത് അകന്നകന്നു പോകുന്നതായിരുന്നു അവർ കേട്ടത്. 2 മണി കഴിഞ്ഞതോടെ അവർ മച്ചാടിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും വീണ്ടും ആ സ്കൂളിലേക്ക് പോവുകയും ഉറങ്ങുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ തന്നെ ആ ഗ്രാമത്തിലെ ഒരാൾ ആ സ്കൂളിലേക്ക് ഓടിയെത്തി ഉച്ചത്തിൽ എന്നെ വിളിച്ചുണർത്തി. സാബ് സാബ് എന്ന വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ കണ്ണും തിരുമ്മി പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഭാഗെന്ന ഗ്രാമത്തിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു. അവിടെ ആ ഗ്രാമത്തിൻ്റെ അരികിൽ ആ പുലിയെ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഒട്ടും സമയം ഞങ്ങളുടെ കൈവശം കളയുവാൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ വീരേന്ദ്രനെ വിളിക്കുകയും ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി റൈഫിലുകളും ഷോട്ട് ഗണ്ണുകളും എടുത്തുകൊണ്ട് റെഡിയായി താഴേക്ക് വന്നു. ഞങ്ങളോട് വിവരം പറയുവാൻ വന്ന ഗ്രാമീണനെ കൊണ്ട് ആരുടെയും ഒരു മോട്ടോർ സൈക്കിൾ എടുക്കുകയും ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നു കൊണ്ട് ബാങ്ക എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഒട്ടും സമയം ഞങ്ങൾക്ക് കളയുവാൻ ഉണ്ടായിരുന്നില്ല. വളരെ വേഗം മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ആളുകൾ തടിച്ചു കൂടിയിരുന്നു. അവരെല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഒന്നും മാത്രമായിരുന്നു, ഞങ്ങളെല്ലാവരും ആ പുലിയെ ഇപ്പോൾ കണ്ടിരിക്കുന്നു. അവൻ അവിടെ 50 മീറ്റർ അകലത്തിലുള്ള ആ കുറ്റിക്കാടിനുള്ളിലുണ്ട് എന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ആ കുറ്റിക്കാടിനും പരിസര പ്രദേശങ്ങളിലെല്ലാം നോക്കി, എൻ്റെ തോക്കിൻ്റെ സ്കോപ്പിലൂടെയും നോക്കി. എന്നാൽ ആ പ്രദേശത്തൊന്നും ഞങ്ങൾക്ക് ആ പുലിയെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പ്രൈമറി സ്കൂൾ കെട്ടിടത്തിൻ്റെ അവിടെ വരേക്കും ആ കുറ്റിക്കാട് പടർന്നു നിൽക്കുകയാണ്. ഒരു പക്ഷേ ആ കുറ്റിക്കാടിനുള്ളിലൂടെ ആ പുലി നടന്ന് ആ പ്രൈമറി സ്കൂളിൻ്റെ പുറകിലൂടെ ആ വനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന്. പ്രൈമറി സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി കിടക്കുന്ന ഒരു ഓപ്പൺ പ്രദേശമാണ്. അതിലൂടെ നടന്നെങ്കിൽ മാത്രമേ അടുത്തുള്ള വനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ പുലിക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ വളരെ വേഗം ആ പ്രദേശം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ഞങ്ങൾക്കൊപ്പം ഒരു സൈനികൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശവും ഒരു തോക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തോക്കിന് വലിയ റേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. 12 വർഷം സൈന്യത്തിന് വേണ്ടി അയാൾ പ്രവർത്തിച്ചതാണ്. അതിൻ്റെ പ്രവൃത്തി പരിചയം അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ കുറേ ദൂരം നടന്നു നീങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ പുലിയെ കണ്ടെത്തി. കൃത്യമായി തന്നെ ഞാൻ എൻ്റെ സ്കോപ്പിലൂടെ ആ പുലിയെ കണ്ടു. ഞങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്നും ഏകദേശം 150 മീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ പുലി നിൽക്കുന്നത്. കുറ്റിക്കാടുകൾക്കിടയിൽ മരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ അവനുള്ളത്. ഞാൻ എൻ്റെ കൂടെ വന്ന സൈനികനോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള ഈ തോക്കിന് അത്രയും റേഞ്ച് കിട്ടില്ല. നിങ്ങൾ അതിനെ വെടിവെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പുലിക്ക് കൊള്ളില്ല, അത് രക്ഷപ്പെട്ടു പോകും. എൻ്റെ കൈവശമുള്ള ഈ റൈഫിലിന് 400 മീറ്റർ ഡിസ്റ്റൻസ് വരെ കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ പുലി ഉള്ളത് എൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലാണ്. കൃത്യമായി ഇപ്പോൾ ആ പുലി അവിടെ നിന്നും നടന്ന് ആ തുറസായ പ്രദേശത്തേക്ക് കയറുമ്പോൾ നമുക്കവനെ വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കും. ആ സൈനികൻ തലകുലുക്കുകയും അയാൾ പിന്നിലേക്ക് മാറുകയും ചെയ്തു. ഞാനും വീരേന്ദ്രനും കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു. ഞാൻ പതിയെ കാറ്റിൻ്റെ ദിശയും വേഗതയും മനസ്സിലാക്കി. 100 മീറ്ററിന് അപ്പുറത്താണ് ഇപ്പോൾ ഇര നിൽക്കുന്നത്. ഏകദേശം 150 മീറ്ററിനോളം അപ്പുറമാണ്. തോളിൽ വെച്ച് അതിന് നേരെ എയിം ചെയ്യുവാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ തോക്കി എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തണം. ഞാൻ വീരേന്ദ്രനോട് ഒന്ന് സഹായിക്കുവാൻ പറഞ്ഞു. അവൻ അവിടെ പതിയെ മുട്ടിലിരുന്നു. ഞാൻ അവൻ്റെ തോളിലേക്ക് എൻ്റെ റൈഫിൽ എടുത്തു വെച്ചു. എൻ്റെ സ്കോപ്പിലൂടെ ആ പുലിയെ ഞാൻ ലക്ഷ്യം വെച്ചു. അവൻ എപ്പോഴാണോ അവിടെ നിന്ന് നടന്ന് ആ തുറസായ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്, അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാഞ്ചി വലിച്ചു. കൃത്യമായി ആദ്യത്തെ ഷോട്ട് അവൻ്റെ ശരീരത്തിൽ തന്നെ തറച്ചു കയറി. അവൻ തെറിച്ച് ദൂരേക്ക് വീണു, ഒന്ന് പിടഞ്ഞു. വീണ്ടും അവിടെ നിന്ന് തിരിഞ്ഞ് ആ സ്കൂളിലേക്ക് ഓടുവാൻ തുടങ്ങിയ സമയം എൻ്റെ രണ്ടാമത്തെ ഷോട്ട് ഞാൻ പായിച്ചു. കൃത്യമായി അവൻ്റെ തലയ്ക്ക് തന്നെയാണ് ആ ഷോട്ട് തറച്ചു കയറിയത്. അവനൊന്ന് കറങ്ങി നിലത്തേക്ക് വീണു. അവന് പിടച്ചിലോ അനക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഷോട്ടും കൃത്യമായി ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ആർപ്പു വിളിക്കുവാനും ആഘോഷ പരിപാടികൾ തുടങ്ങുകയും ചെയ്തു. പിന്നെ അല്പസമയം പോലും അവിടുത്തെ ആളുകൾ കാത്തു നിന്നില്ല. പുലി ചത്തു വീണ ഭാഗത്തേക്ക് ഓടുകയും ആ പുലിയെ എടുത്തുകൊണ്ട് പരേഡ് ചെയ്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത്രയും വലിയൊരു പുലിയെ ഇതിനു മുന്നേ ആ ഗ്രാമത്തിലെ ഉള്ള ആളുകളും ആ പ്രദേശത്തുള്ള ആളുകൾ പോലും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ പുലിയെ കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തി. ഏകദേശം 10 പ്രായമുണ്ടായിരുന്നു ആ പുലിക്ക്. 8 അടി നീളവും 3 അടി ഉയരവും ഉണ്ടായിരുന്നു.
ഇതുവരെയും ഇത്രയും വലിയൊരു പുലിയെ ആ പ്രദേശത്തെ ആരും കണ്ടിട്ടില്ല. അവിടുത്തെ ആളുകൾ ഇതിനെ താരതമ്യം ചെയ്തത് ഒരു കടുവയുമായിട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായി കാണുമല്ലോ. ഇത് എങ്ങനെയാണ് നരഭോജിയായി മാറിയെന്ന് ഞങ്ങൾ നിരീക്ഷിച്ചു. അതിൻ്റെ പല്ലുകൾക്ക് മങ്ങലുണ്ടായിരുന്നു, അതിൻ്റെ തോലിനും മങ്ങലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പുലിയുടെ പല്ലൊന്ന് തേഞ്ഞ് ദ്രവിച്ചു പോയിരുന്നു. അതേ, പ്രായാധിക്യമാണ് ഇതിനെ നരഭോജിയാക്കി മാറ്റിയത്. 2007 ഈ കഥ നടക്കുന്നത്. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.